കർണാടകയിലെ മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസിൽ ഇതുവരെ 20 പേരാണ് അറസ്റ്റിലായത്. പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് അഷ്റഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുപ്പുവിലെ മൈതാനത്താണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത്. അതിനിടെ ഇവിടെ എത്തിയ അഷ്റഫിനെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മൈതാനത്ത് നിന്നും മർദ്ദനം തുടങ്ങി ഈ കാണുന്ന വഴിയിലൂടെയാണ് ആൾക്കൂട്ടം അഷ്റഫിനെ ഓടിച്ചത്. ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് അഷ്റഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് പിന്നിലെ കാരണത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യമാണ് പ്രകോപന കാരണമായതെന്നാണ് പ്രതികളുടെ മൊഴി. ക്രിക്കറ്റ് കാണാൻ എത്തിയവരിൽ ചിലരും സമാനമായ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അഷ്റഫ് പഠിക്കുന്ന കാലം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ അഷ്റഫ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ മുൻകാല അനുഭവങ്ങളില്ല. ഇവന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ ഇത്രയും ഒരു ചെറിയ ടൈമിൽ പോലും അവിടുത്തെ ആളുകൾക്ക് അത്ര അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ആളുകളുടെ ഒരു സംസാരത്തിൽ നമുക്ക് കിട്ടുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം മലപ്പുറം ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. കേസിൽ 20 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. കൊലപാതക കാരണത്തെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. മംഗളൂരുവിലെ കുടുപ്പുവിൽ നിന്നും രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.